നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ മൂന്നാമത്തെ അലോട്ട്മെന്റ് LBS കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത സ്പെഷ്യൽ അലോട്ട്മെന്റുകൾ തുടങ്ങാനിരിക്കുകയാണല്ലോ. ഈ ഒരു സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ മൂന്നാമത്തെ അലോട്ട്മെന്റുകൾ കഴിഞ്ഞതിന് ശേഷം കോളേജിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ അലോട്ട്മെന്റ് സ്റ്റാറ്റസുകൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 98% കോളേജുകളിലും ലാസ്റ്റ് സീറ്റുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ കോളേജുകളാണ് ലാസ്റ്റ് സീറ്റ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഓരോ കോളേജുകളും നിങ്ങൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഗ്രീൻ ടിക്ക് ഇട്ടേക്കുന്നത് അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് സർട്ടിഫിക്കറ്റുകളും ഫീസും നൽകി അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കുട്ടികളുടെയാണ് കാണാൻ സാധിക്കുന്നത്. അതേസമയം നിങ്ങൾക്ക് ഇവിടെ റെഡിൽ ഇൻഡു മാർക്ക് കാണുന്നത് അഡ്മിറ്റ് ചെയ്യാത്ത കുട്ടികളാണ്, അതായത് ആ സീറ്റുകളിലേക്കൊന്നും തന്നെ ആ കോളേജുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അടുത്ത വരുന്ന റൗണ്ടിൽ ഈ കോളേജുകളെല്ലാം തന്നെ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണെന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇനി നാലാമത്തെ അലോട്ട്മെന്റ് അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെന്റ് ആയിട്ട് വരുമ്പോൾ അതിന് മുന്നോടിയായിട്ട് തന്നെ ഏതൊക്കെ കോളേജുകളിൽ ഏതൊക്കെ റിസർവേഷൻ കാറ്റഗറിയിലേക്ക്, അത് സ്റ്റേറ്റ് മെറിറ്റ് ആയിക്കോട്ടെ മറ്റുള്ള ഏതെങ്കിലും റിസർവേഷൻ കാറ്റഗറി ആയിക്കോട്ടെ, അതിലെല്ലാം തന്നെ ഒഴിവുകൾ രേഖപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഒരു റിസർവേഷനിലുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ച്, ഉദാഹരണമായിട്ട് OBC-യിലെ മുസ്ലിം കാറ്റഗറിയിലുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് ജനറൽ കാറ്റഗറി വിഭാഗത്തിലേക്കും അതുപോലെ തന്നെ മുസ്ലിം റിസർവേഷൻസിൽ എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്യാത്ത സീറ്റുകളുണ്ടെങ്കിൽ അവിടേക്കും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഫ്രഷ് ആയിട്ട് തന്നെ നിങ്ങൾ ഓപ്ഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ കോളേജുകളാണ് വേക്കൻറ്റ് സീറ്റുകൾ എന്നുള്ളതിന്റെ ഒരു ലിസ്റ്റുകൾ നമുക്ക് അതിന് മുന്നോടിയായിട്ട് നമുക്ക് നൽകുന്നതാണ്. ആ ലിസ്റ്റുകൾ പരിശോധിച്ച് നിങ്ങൾക്ക് ഏറ്റവും മികച്ച കോളേജുകൾ ഏതൊക്കെയാണ് ആ കോളേജുകൾ ഏറ്റവും ആദ്യത്തെ ലിസ്റ്റുകളിൽ അല്ലെങ്കിൽ ഓപ്ഷൻ ക്രമീകരണത്തിൽ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് മാത്രമല്ല, ഓൾറെഡി മൂന്നാമത്തെ അലോട്ട്മെന്റിൽ ഏതെങ്കിലും ഒരു കോളേജ് ലഭിച്ച്, ഉദാഹരണമായിട്ട് ഒരു ആവറേജ് കോളേജ് ആയിരിക്കും ചില കുട്ടികൾക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കോളേജുകൾ റിപ്പോർട്ട് ചെയ്തിട്ട് ഹയർ ഓപ്ഷന് വേണ്ടി ശ്രമിക്കുന്ന കുട്ടികളുണ്ടാകാം. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങളുടെ സൈറ്റ് ആക്റ്റീവ് ആണോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുക. അപ്പോൾ അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന കോളേജുകളെക്കാളും കുറച്ചുകൂടെ മികച്ച കോളേജുകളിലേക്ക് മാത്രം നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുക. എന്നാൽ മാത്രമേ നമ്മൾ ഹയർ ഓപ്ഷന് പോകുന്നതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവുകയുള്ളൂ. നമ്മളിപ്പോൾ നോക്കുമ്പോൾ മിക്കവാറും ഇത് ഗവൺമെന്റ് കോളേജുകൾ ഉൾപ്പെടെ വേക്കൻറ്റ് സീറ്റുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് സ്റ്റേറ്റ് മെറിറ്റിലായിക്കോട്ടെ റിസർവേഷൻ കാറ്റഗറിയിലൊക്കെ തന്നെ വേക്കൻറ്റ് സീറ്റുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫോർത്ത് അലോട്ട്മെന്റിലേക്ക് അതല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെന്റ് വരുമ്പോൾ തീർച്ചയായിട്ടും കുറെ കുട്ടികൾക്കും കൂടെ ഇതിനകത്ത് ഇടം പിടിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി അലോട്ട്മെന്റ് ലഭിച്ച അഡ്മിഷൻ എടുത്തിരിക്കുന്ന കുട്ടികൾ മറ്റൊരു കോളേജിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എവിടെയാണെങ്കിലും വേക്കൻറ്റ് സീറ്റുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതാണെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതുവരെയും അലോട്ട്മെന്റ് കിട്ടാത്ത കുട്ടികൾക്കും കുറച്ചും കൂടെ അഡ്മിഷൻ കിട്ടാനുള്ള പോസിബിലിറ്റി അവിടെ തുറന്നു വരുന്നതുമായിരിക്കും. അപ്പോൾ ഒരു 12,000 മേളിലോട്ടുള്ള റാങ്കിലുള്ള കുട്ടികൾക്ക് ഫോർത്ത് അലോട്ട്മെന്റിന്റെ സമയത്ത് അഡ്മിഷൻ ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പാരാമെഡിക്കൽ കോളേജുകൾ ഇതുവരെയും അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ പാരാമെഡിക്കൽ കോളേജുകളും ഈ ഒരു ഫോർത്ത് അലോട്ട്മെന്റ് മുന്നേ ആയിട്ട് കുറച്ച് കോഴ്സുകളെങ്കിലും ആഡ് ചെയ്യപ്പെടുമെന്നാണ് LBS അപ്ഡേറ്റ് തന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും ഓണം വരുന്നത് മുറയ്ക്ക് ഓണം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഇതിന്റെ അഡ്മിഷൻ പ്രോസസ്സുകളൊക്കെ കുറച്ചും കൂടെ ചൂട് പിടിച്ച് മുന്നോട്ട് പോകാൻ സാധ്യതയുള്ളൂ. എങ്കിലും 8-ാം തീയതിക്ക് ശേഷമായിരിക്കും മിക്കവാറും തന്നെ കോളേജ് റിപ്പോർട്ടിങ്. ഇനി വരുന്ന ഓരോ ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്തും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്രഷ് ആയിട്ട് തന്നെ ഓപ്ഷൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു 3 അലോട്ട്മെന്റുകൾക്കും നമുക്കറിയാം ഏറ്റവും ആദ്യം കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ രജിസ്ട്രേഷൻ ഓർഡർ തന്നെയാണ് നിന്നത്. പക്ഷേ ഇനി വരുന്ന ഓരോ അലോട്ട്മെന്റിനും മുന്നോടിയായിട്ടും നിങ്ങൾ ഫ്രഷ് ആയിട്ട് തന്നെ ഓപ്ഷൻസ് കോളേജുകളുടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓരോ വട്ടവും നമ്മൾ ഓപ്ഷൻസ് കൊടുക്കുന്ന അനുസരിച്ച് മാത്രമായിരിക്കും നിങ്ങൾക്ക് ആ ഒരു അലോട്ട്മെന്റിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും അതിന് ബന്ധപ്പെട്ട കോളേജുകൾ ലഭിക്കുകയും ചെയ്യുക. അത് മാത്രമല്ല, ഒരു കോളേജിൽ അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ ആ ഒരു ആഴ്ചയിൽ തന്നെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇതുവരെയും അലോട്ട്മെന്റ് കിട്ടാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിലും ആ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങൾ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ, ഫീസ് കാര്യങ്ങളെല്ലാം തന്നെ റെഡിയാക്കി വെക്കുവാനായിട്ടും ശ്രദ്ധിക്കുക. ഇതോടൊപ്പം തന്നെ മാനേജ്മെന്റ് സീറ്റുകളായിട്ടുള്ള ക്രിസ്ത്യൻ മാനേജ്മെന്റ്, PNC മാക്ക്, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് അഡ്മിഷൻ എടുക്കുന്ന കോളേജുകൾ, ഇവയുടെ എല്ലാം തന്നെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിന്റെ അലോട്ട്മെന്റ് പ്രോസസ്സുകൾ റാങ്ക് ലിസ്റ്റ് എടുക്കുകയും അതിന്റെ അലോട്ട്മെന്റ് പ്രോസസ്സുകളൊക്കെ നടത്തപ്പെടുന്നതാണ്. അപ്പോൾ അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് മൂവ് ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻസ് ലഭിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ PNC മാക്ക്, അതായത് പ്രൈവറ്റ് മാനേജ്മെന്റ് അസോസിയേഷനും ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷനിലും ഒക്കെ തന്നെ ഡൊണേഷൻ കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻസ് നേടാം. അത് മാത്രമല്ല ഇവിടെ ഇംഗ്ലീഷിന്റെ മാർക്കുകൾ പരിഗണിക്കുന്നതാണ്, കൂടാതെ തന്നെ ഇംപ്രൂവ്മെന്റിന്റെ മാർക്കുകൾ പരിഗണിക്കപ്പെടുന്നതുമാണ്.
അപ്പോൾ റാങ്ക് ലിസ്റ്റ് വരുന്ന മുറയ്ക്ക് മാത്രമായിരിക്കും അതിന്റെ ഒരു ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ എത്ര റാങ്ക് വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻസ് ലഭിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. എങ്കിലും നമ്മൾ ഏകദേശം കണക്ക് കൂട്ടുന്നതനുസരിച്ച് 92% മുകളിലേക്ക്, അതായത് LBSന്റെ കട്ട് ഓഫിനേക്കാളും മുകളിലേക്കായിട്ടുള്ള കട്ട് ഓഫ് ആയിരിക്കും എയിംസ് SFNCKയിൽ നിൽക്കാൻ സാധ്യതയുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന പോലെ PNCMACൽ CBSE ICSE സ്റ്റുഡൻസിന്റെ ബോണസ് മാർക്കുകൾ 5% ബോണസ് മാർക്കുകൾ കൊടുക്കുന്നുണ്ട്. കൂടാതെ ഇംഗ്ലീഷിൽ ടോപ്പായിട്ട് നിൽക്കുന്ന കുട്ടികളെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ കുറച്ചും കൂടെ മുൻഗണന അല്ലെങ്കിൽ കുറച്ചും കൂടെ മാർക്ക് വെയിറ്റേജ് കൂടുതൽ ലഭിക്കുന്നതാണ്. കൂടാതെ തന്നെ മിക്കവാറും വരുന്ന കുട്ടികൾക്കൊക്കെ തന്നെ ഇംപ്രൂവ്മെന്റ് റിസൾട്ടുകൾ നല്ല രീതിയിൽ വന്നിരിക്കുന്ന കുട്ടികൾക്കൊക്കെ തന്നെ അത് ഈ ഒരു റാങ്ക് ലിസ്റ്റുകളൊക്കെ പരിഗണിക്കപ്പെടുകയും കുറച്ചുകൂടെ മുകളിലേക്കുള്ള കോളേജുകൾ അല്ലെങ്കിൽ കുറച്ചും കൂടെ റാങ്ക് പെർസെൻറ്റേജ് കൂടി വരുവാനുള്ള പോസിബിലിറ്റീസും കൂടുതലാണ്. എന്നിരുന്നാൽ തന്നെ നമുക്കിതിന്റെ റാങ്ക് ലിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ മാത്രമായിരിക്കും അതിന്റെ കുറച്ചും കൂടെ ക്ലാരിറ്റി ലഭിക്കുക. അപ്പോൾ സെപ്റ്റംബർ മാസം ആദ്യത്തെ ആഴ്ചയിൽ തന്നെ റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യുകയും അതിന്റെ ബാക്കിയുള്ള അപ്ഡേറ്റ്സുകൾ നമുക്ക് കിട്ടുകയും ചെയ്യുന്നതാണ്. അതുപോലെ ഇൻഡിവിജ്വൽ ആയിട്ട് അഡ്മിഷൻ എടുക്കുന്ന കോളേജുകളാണെന്നുണ്ടെങ്കിലും അവരുടെ വെബ്സൈറ്റ് മുഖേന തീർച്ചയായിട്ടും അവരുടെ പബ്ലിഷ്ഡ് ഡേറ്റാസ് പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ അതിൽ നിന്നും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റുകൾ കാര്യങ്ങൾ പരിശോധിക്കുകയും അത് പ്രോപ്പർ ആണോ എന്നുള്ളത് മനസ്സിലാക്കുകയും അങ്ങനെ നിങ്ങൾ അഡ്മിഷൻസുമായിട്ട് മുന്നോട്ട് പോകാനുള്ള പോസിബിലിറ്റീസും കാണുന്നതാണ്. ഈ ചാനലിൽ കൂടെ കിട്ടുന്ന ഇൻഫർമേഷൻസ് പല കുട്ടികൾക്കും ഉപകാരപ്പെടുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.